ഖത്തർ റിഫൈനറിയിൽ സ്ഫോടനം, 13 പേർ മരണപ്പെട്ടതായിരിക്കുന്ന ഔദ്യോഗിക വിവരം പുറത്തു വന്നു. 66 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും ചിലരെ കാണാതായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പ്രാഥമികമായിട്ട് തന്നെ പുറത്തു വന്നത്. ഇതിൽ 13 മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവരും ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കാണാതായവർ ഒന്നുകിൽ പരിക്കേറ്റവരുടെ ലിസ്റ്റിലോ അതല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റിലോ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മരിച്ചവരിൽ ഇന്ത്യക്കാരുണ്ട് എന്നാണ് പ്രാഥമിക വിവരം. സാങ്കേതിക തകരാർ മൂലമാണ് ഇവിടെ ദുരന്തമുണ്ടായത് എന്ന് ഖത്തർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം നിരവധി കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കാവുന്ന തരത്തിലായിരുന്നു എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു. ഖത്തറിലെ റാസ് ലഫ്രാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ വ്യാവസായിക മേഖലയിലെ ബർസാൻ ഗ്യാസ് പ്രോസസ്സിംഗ് പ്ലാന്റിലാണ് സ്ഫോടനം നടന്നത്. 1.4 ബില്യൺ ഘന അടി പ്രകൃതിവാതകം പ്രതിദിനം ഉണ്ടാക്കുന്ന പ്ലാന്റാണ് ഈ പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന പ്ലാന്റിൽ ഒന്നാണ്. ഖത്തറിലെ ഏറ്റവും വലിയ റിഫൈനറിയായി ഇത് അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ മേഖലയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുൻപ് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം നടക്കുകയും ചെറിയ രീതിയിലുള്ള തീപിടുത്തങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ റിഫൈനറി താൽക്കാലികമായി അടച്ചിരുന്നു. പിന്നീട് രണ്ടാമത് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനർപ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുന്നതോടനുബന്ധിച്ചാണ് ഈ സ്ഫോടനം നടന്നത്. ഇതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിവരം. എന്നാൽ മറ്റൊരു വശത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അവരും പാർട്ട്ണർഷിപ്പായിട്ട് നടത്തപ്പെടുന്ന കമ്പനിയാണ് ഇത് എന്ന് പറയപ്പെടുന്നു. അതിന് ഔദ്യോഗികമായിരിക്കുന്ന സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. ഇറാൻ ആക്രമിച്ചതും ഇതേ പ്ലാന്റിനാണ് എന്നതിനാൽ ഇവിടെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് ഏറെക്കുറെ ബോധ്യമാകുന്ന തരത്തിലാണ് ഈ സംഭവം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെ എന്തെങ്കിലും ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വാർത്താ പ്രാധാന്യമുള്ള സ്ഥിതിയായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറാറുണ്ട്. അതിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ സ്ഥിതികളും അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അപകട അന്തരീക്ഷത്തിലും അവസ്ഥയിലുമാണ് നിലനിൽക്കുന്നത്. യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ മൂർച്ച ഇപ്പോഴും മേഖലയിൽ ആകപ്പാടെ തളം കെട്ടി നിൽക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും അടക്കമുള്ള ഉന്നത സംഘങ്ങളെല്ലാം സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരുമിക്കുകയും അവിടെ വെച്ചിട്ട് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുടെ പ്രാഥമിക ഘട്ടം കഴിയുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇറാൻ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ഉടക്കി പിരിഞ്ഞു എന്നൊക്കെയാണ് ഈ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ അതിന് ഹെഡിങ് കൊടുക്കുന്ന കാര്യം. അതിനവർ പറയുന്ന കാര്യം തങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിരിക്കുന്നത് ലെബനാൻ്റെ വിഷയമാണ്. ലെബനാൻ്റെ വിഷയം ചേർക്കുന്നില്ല. അങ്ങനെ ചേർക്കാതിരിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരിക്കൽ പോലും ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതോടനുബന്ധിച്ച് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകോപനപരമായിരിക്കുന്ന പല പ്രസ്താവനകളും പുറത്തുവടിച്ചു. അതും യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബഹിഷ്കരണം നടന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഖത്തറിലാണെങ്കിൽ കുവൈത്തിലോ ബഹ്റൈനിലോ സൗദി അറേബ്യയിലോ ഒമാനിലോ യുഎയിലോ എവിടെയാണെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഇതുപോലെ അവരുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണമോ അല്ലെങ്കിൽ സ്ഫോടനമോ അല്ലെങ്കിൽ മറ്റ് ദുരന്തമോ ഉണ്ടാകുന്ന സമയത്ത് അന്താരാഷ്ട്ര ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ രീതിയിലായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സാങ്കേതിക തകരാറാണെങ്കിൽ പോലും ഇത്ര വലിയ സ്ഫോടനം ഉണ്ടാവാനും വലിയ മരണങ്ങൾ നടക്കാനും എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, ഏതൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ടോ, അല്ലെങ്കിൽ ഭീകര സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ പൂർണ്ണമായിരിക്കുന്ന ഒരു അന്വേഷണം
നടന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് എന്നും അറിയാൻ വേണ്ടി സാധിച്ചു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ ആക്രമണത്തെ, ഈ ദുരന്തത്തെ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ സങ്കടത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്ന കാര്യം എന്ന് വെച്ചാൽ നിരപരാധികളായിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു. 66 പേർക്ക് പരിക്ക് എന്ന് പറയുന്ന സമയത്ത് അതിൽ 15ഓളം ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങളെക്കുറിച്ചൊക്കെ സമഗ്രമായിരിക്കും അന്വേഷണം നടത്തിയിട്ടുണ്ട്. മരണപ്പെട്ടവരിലോ അതല്ലെങ്കിൽ പരിക്കേറ്റവരിലോ അവരുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഖത്തർ റിഫൈനറിൽ നടത്തിയ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി പുറത്തു വന്നത് നിരവധി പേരെ കാണാനില്ല എന്നുള്ളതായിരുന്നു. പിന്നീടാണ് സ്ഥിരീകരണ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ആകാംക്ഷയുണ്ടാക്കുന്ന രംഗങ്ങൾ തന്നെയാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നടന്നത്. ഖത്തറിലെ പ്രധാനപ്പെട്ട രാഷ്ട്ര ഭരണാധികാരികളെല്ലാം സമാധാന ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് സ്വിറ്റ്സർലൻഡിൽ നിൽക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന ഈ സ്ഫോടനം വല്ലാതെ മാനസികപരമായ രീതിയിൽ തന്നെ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.